മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തോടെ കേരള മുസ്ലിം ജമാഅത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിച്ച കേരള യാത്രയുടെ സമാപനത്തിന് ശേഷം യാത്ര ഉപനായകൻ കൂടിയായ മഅ്ദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങൾക്ക് മഅ്ദിൻ അക്കാദമിയുടെയും മലപ്പുറം പൗരാവലിയുടെയും നേതൃത്വത്തിൽ പ്രൗഢോജ്വലമായ സ്വീകരണമാണ് ഒരുക്കിയത്. കേരള യാത്രയിലുടനീളം ജനലക്ഷ്യങ്ങളെ ആകർഷിച്ച സെനിറ്ററി ഗാർഡ് അംഗങ്ങളുടെ പരേഡോടുകൂടി ആരംഭിച്ച ചടങ്ങിൽ മതരാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പൗരപ്രമുഖരാണ് പങ്കെടുത്തത്. തങ്ങൾ മേൽമുറി മഅ്ദിൻ ക്യാമ്പസിലേക്ക് തിരിച്ചെത്തി അദ്ദേഹത്തിന് പൗരാവലി നൽകിയ സ്വീകരണത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടുകയുണ്ടായി. ഈ ജാഥ യഥാർത്ഥത്തിൽ കേരളത്തിൽ മതരംഗത്ത് മാത്രമല്ല, കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള വിഷയങ്ങൾ, കേരളം നേരിടുന്ന വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കേരളത്തിൻ്റെ പിന്നോക്കാവസ്ഥയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതൊക്കെ ചർച്ച ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ വലിയൊരു പ്രതലത്തിലുള്ള യാത്രയാണ് യഥാർത്ഥത്തിൽ പൂർത്തിയാക്കിയത്. ഈ യാത്രയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട തങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നടത്തിയ പ്രസംഗമൊക്കെ സത്യത്തിൽ നമ്മളൊക്കെ രാഷ്ട്രീയക്കാരെന്നുള്ളത് നിരീക്ഷിക്കുകയായിരുന്നു. എത്ര ആഴത്തിലാണ് വിഷയത്തിനെ ഗഹനമായിട്ട് പഠിച്ചത് എന്നുള്ളത്. കേരളത്തിൻ്റെ അതിർത്തി ജില്ലകളുടെ വികസനവുമായി ബന്ധപ്പെട്ട് അതിർത്തി ജില്ലകൾക്ക് ഡെവലപ്മെൻറ്റിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഇനീഷ്യേറ്റീവ് ഉണ്ടാക്കണം, പ്ലാനിംഗ് ബോർഡിൽ കാലോചിതമായിട്ടുള്ള മാറ്റം വരുത്തണം, എയ്ഡഡ് നിയമനങ്ങൾ PSCക്ക് വിടണം, ജനസംഖ്യാനുപാതികമായിട്ട് ജില്ല വിഭജിക്കണം എന്നൊക്കെ തുടങ്ങിയ യഥാർത്ഥത്തിൽ കേരളത്തിൽ വലിയ പഠന കോൺഗ്രസ്സുകൾ നടത്തി പറയേണ്ട സബ്ജക്റ്റുകളാണ് യഥാർത്ഥത്തിൽ ഈ യാത്രയിൽ പറഞ്ഞതൊക്കെ. ശരിക്കും കേരളത്തിലെ പൊതുജനങ്ങൾക്കിടയിൽ പോലും ഈ ജാഥ ചർച്ച ചെയ്യപ്പെടുന്നതിൻ്റെ കാരണം ഈ വിഷയങ്ങളിൽ അവർ കാണിച്ചിട്ടുള്ള ഗഹനമായിട്ടുള്ള പഠനത്തിൻ്റെ കൂടി പിൻബലമുള്ള പ്രമേയങ്ങളാണ്. മാത്രമല്ല തങ്ങൾ ഈ നമ്മളൊക്കെ സംബന്ധിച്ച് നമ്മൾ ഈ പ്രദേശത്തുകാരെന്നുള്ള നിലക്ക് ഇവിടുത്തെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും മതപ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ഒരു മഹത്തായ വ്യക്തി എന്നുള്ള നിലക്ക് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കേരളത്തിൻ്റെ പൊതുവിഷയങ്ങളിൽ നമ്മളുടെ സമീപ പ്രദേശത്തിൽ നിന്ന് കേരളം മുഴുവൻ പന്തലിച്ച ഒരു നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ പറയുന്ന കാര്യങ്ങൾ ആ അർത്ഥത്തിൽ ജാഥ മുന്നോട്ട് വെച്ച പ്രമേയവും അതിൽ മുന്നോട്ട് വെച്ചുള്ള ആശയങ്ങളുമൊക്കെ വരുംകാല കേരളം കൂടി ചർച്ച ചെയ്യും. ജാഥയോടുകൂടി അവസാനിക്കാതെ തുടർന്നും ചർച്ച ചെയ്യാവുന്ന ഒരു അവസരമാണ്. വളരെ സന്തോഷം. നമ്മുടെ ആത്മീയ നേതാവായിട്ടുള്ള ഉസ്താദും അതോടൊപ്പം തന്നെ കേരളവും രാജ്യവും മലപ്പുറം ആകെ ഏറെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഖലീൽ ബുഖാരി തങ്ങൾ കൂടി ചേർന്നാണ് ഇന്ന് വർത്തമാനകാല ഇന്ത്യക്ക് ഏറെ മാതൃകയോടുകൂടി സ്വീകരിക്കേണ്ട മനുഷ്യർക്കൊപ്പം എന്ന സുപ്രധാനമായ മുദ്രാവാക്യം വെച്ചുകൊണ്ട് ഈ കേരളത്തിൽ ഈ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. ആ യാത്രയിലുടനീളം തന്നെ പതിനായിരക്കണക്കിന് മനുഷ്യരാണ് അതിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എത്തുകയും ആ സന്ദേശം ഉൾക്കൊള്ളുകയും ചെയ്തു. ഇത് കേരളത്തിൻ്റെ ഏതൊരു മനുഷ്യരുടെയും വികസനത്തിൻ്റെയും അതോടൊപ്പം തന്നെ രാജ്യം അഡ്രസ്സ് ചെയ്യുന്ന ഒരു യാത്ര കൂടിയായി ഈ യാത്ര മാറുകയാണ്. അഹ്ലൻ സഹ്ലൻ ബദർ സമാൻ നറു പുഞ്ചിരി കാണാനേറെ ജമാൻ.